5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കടലിലെ മത്തിക്ക് എന്ത് പറ്റി? കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ലേഖനം എഴുതിയിരുന്നു. കേരളത്തിൽ മത്തിയുടെ അളവ് കുറഞ്ഞു വരികയാണെന്ന്. അന്ന് CMFRIയിലെ പല സയന്റിസ്റ്റുമാരും അത് കാണുകയും പലരും അങ്ങനെ വരുന്നില്ല എന്ന് പഠനങ്ങളുള്ളതായെന്ന് പറഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ CMFRIയുടെ തന്നെ കോസ്റ്റൽ മറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷന്റെ തന്നെ ഗവേഷണ സ്ഥാപനത്തിന്റെ തന്നെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. മത്തി കുറയുകയാണ്. എന്നാൽ ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തം വീണ്ടും പ്രശ്നമാണ്. എന്താ പുതിയ കണ്ടുപിടുത്തം? മത്തിയുടെ അളവ്, അതായത് കനം കുറയുകയാണ്. ഒരു 12 മുതൽ 15 സെന്റിമീറ്റർ വരെ നീളമുണ്ടായിരുന്നു ശരാശരി മത്തിക്ക്. അതിന്റെ നീളത്തിൽ കുറവ് വരുന്നു. 150 ഗ്രാം കനമുണ്ടായുള്ള മത്തി കിട്ടിയിരുന്നു. 150 ഗ്രാം വരെ കനമുള്ള മത്തി കിട്ടിയിരുന്നു. അത് 25 ഗ്രാമിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ മത്തിയുടെ കനം കുറയുന്നു, നീളം കുറയുന്നു. 400 രൂപ വരെ കിലോയ്ക്ക് മത്തിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് 18 രൂപയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ നേരത്തെ 1, 2, 4, 5 അല്ലെ മത്തി ഉണ്ടെങ്കിൽ 1 കിലോയൊക്കെ ആവുമായിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ എണ്ണം കൊടുക്കേണ്ടി വരുന്നു. കാരണം മത്തിയുടെ കനം കുറഞ്ഞിട്ടുണ്ട്. ഒരു വശത്ത് മത്തിയുടെ കനം കുറഞ്ഞു, നീളം കുറയുന്നു. ആ നിലയിൽ കാലാവസ്ഥാ മാറ്റം ഗൗരവമായി മത്തിയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനിയുമുണ്ട് മാറ്റങ്ങൾ. മലബാർ തീരത്തുണ്ടായിരുന്ന മത്തി തിരുവനന്തപുരം തീരത്തേക്ക്, കടൽ തീരത്തേക്ക് വന്നു. അത് അവിടെ നിന്ന് തമിഴ്നാട് തീരത്തിലേക്ക് പോയി. ഇപ്പോൾ അത് ഗുജറാത്ത് കോസ്റ്റിലേക്ക് പോയിട്ടുണ്ട്. ഭാരതം വിട്ടു പോകുമോ എന്നുള്ള ഒരു ഭയമുണ്ട് മത്തിയൊക്കെ. ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ സർവീസ് കാലയളവിൽ 90കളുടെ ആരംഭത്തിൽ മലബാർ മേഖലയിൽ പോയി ജോലി ചെയ്യുമ്പോൾ, നമ്മൾ സർവേക്കൊക്കെ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് മലബാറിലേക്ക് പോകുമ്പോൾ, ഒരു ദിവസം ഒരാഴ്ച 2 ആഴ്ചയൊക്കെ സർവേക്കൊക്കെ പഠനങ്ങൾക്ക് പോകുമ്പോൾ ഏത് കടയിൽ ചെന്നാലും, ചെറിയ നാട്ടിൻപുറത്തെ കടകളിൽ ചെന്നാൽ ബെറോട്ടയോടൊപ്പം മത്തിക്കറി ഫ്രീ ആയിട്ട് തരും. ഫ്രീ ആണ്. മത്തിക്കറിക്ക് പ്രത്യേകിച്ച് പൈസ കൊടുക്കേണ്ട കാര്യമില്ല, അത് ഫ്രീ ആയിട്ട് തരും. ബെറോട്ടയും മത്തിക്കറിയും, അല്ലെങ്കിൽ പുട്ടും മത്തിക്കറിയും, അപ്പവും മത്തിക്കറിയും, ഇതൊക്കെയാണ് എല്ലാത്തിനും മത്തിക്കറി ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അത് പോയി മത്തി തന്നെ കിട്ടാനില്ല. ഉള്ളത് തന്നെ നമ്മളെ കടൽ തീരം വിട്ടു പോകുന്നു. ഇപ്പോഴത്തെ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ നിഗമനങ്ങൾ, പുതിയ പഠനങ്ങൾ വന്നിരിക്കുന്നു. മത്തിയുടെ കനം കുറയുന്നു, അതിന്റെ നീളം കുറയുന്നു. വളരെ ഗൗരവമായ തോതിൽ മത്തിക്ക് വിലയും കുറഞ്ഞിട്ടുണ്ട്. സാധാരണയാണെങ്കിൽ 1, 2, 3, 4 ആഴ്ചകൾ കൊണ്ട് മത്തി വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെ വരുന്നില്ല. കഴിഞ്ഞൊരു വർഷം 2 വർഷം കൂടുമ്പോഴൊക്കെയാണ് മത്തിക്ക് വലിയ വലിപ്പ വ്യത്യാസം വരുന്നത്. പക്ഷെ കഴിഞ്ഞൊരു 5-6 മാസക്കാലമായി ചെറുതായത് വലുതാകുന്നില്ല. അപ്പോൾ ഇത് വളരെ ഗൗരവമായ ഒരു സാമൂഹ്യ വിഷയമായി മാറിയിട്ടുണ്ട്. നമ്മൾ ഈ തിരക്ക് പിടിച്ച കോർപ്പറേറ്റ് ആഗോളവൽക്കരണ ലോകത്തിനിടയിൽ ഇതൊക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു വളരെ സങ്കടകരമായ കാര്യം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്നു. നമുക്കിതൊരു വിഷയമല്ല. എന്തായാലും മത്തി കുറയുന്നു. അത് കേരള തീരം വിട്ട് പോകുന്നു. അതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഇപ്പോഴിതാ കൂനിന്മേൽ കുരു പോലെ പുതിയ മത്തികൾ വലിപ്പത്തിലും ഭാരത്തിലും കുറവുണ്ടാകുന്നു. വീണ്ടും അത് പ്രതിസന്ധിയിലേക്ക് തന്നെ പോകും. അപ്പോൾ ഗൗരവമായി ഈ വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് തീരദേശത്തെ ആളുകളുടെ മാത്രം പ്രശ്നമല്ല. ഇതിന്ന് മത്തിയാണെങ്കിൽ നാളെ മറ്റു മത്സ്യങ്ങൾക്കും ഈ കടലെന്ന ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച്, കടൽ ചൂടാകുന്നതിനനുസരിച്ച് എല്ലാ മത്സ്യസമ്പത്തിനും ഈ പ്രതിസന്ധികൾ ഒന്നൊന്നായി വരാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ ജാഗരൂകരാകേണ്ടതുണ്ട്. പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. കണിക്കൊന്നയ്ക്ക് കാലം മാറിയിട്ട് ഒരുപാട് കാലമായി. മയിൽ നാട്ടിലേക്ക് ഇറങ്ങുന്നു, മണ്ണിരകൾ ചത്തൊടുങ്ങുന്നു, തവളകൾ ഇല്ലാതാകുന്നു. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മാറ്റത്തിനിടയിൽ ഇതും ഒരു പുതിയ മാറ്റമാണ്. നമ്മൾ കാണാതിരുന്നുകൂടാ. നമ്മുടെ മത്സ്യസമ്പത്ത് നമ്മുടെ എക്കോണമിയുടെ, സാമ്പത്തിക രംഗത്തിൻ്റെ ഒരു 25% തരുന്ന മത്സ്യസമ്പത്താണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട മത്സ്യങ്ങളാണ് മത്തി പോലുള്ള മത്സ്യങ്ങൾ. അത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് മലയാളിയുടെ വലിയ വൈറ്റമിൻ തരുന്ന ഒരു മീൻ അല്ലെങ്കിൽ മത്സ്യം എന്നുള്ള നിലയിൽ വില കുറഞ്ഞ വിലയ്ക്ക്
സാധാരണക്കാർക്ക് പോലും വാങ്ങാൻ കഴിയുന്ന മത്സ്യം എന്ന നിലയിൽ മത്തിക്കുണ്ടാകുന്ന മാറ്റം നമ്മുടെ തീൻമേശകളിലടക്കം വലിയ വ്യത്യാസം കൊണ്ടുവരുമായിരിക്കും.